നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡുകളെ കുറിച്ചുള്ള ഹോസ്പിറ്റലിൻ്റെ മാനേജ് ചെയ്യേണ്ട മാർഗങ്ങളെക്കുറിച്ചുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ട സാധ്യതകളെക്കുറിച്ചുള്ള നമ്മുടെ ഡിസ്കഷൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഏകദേശം നമ്മൾ 10-30 പരം സ്റ്റാൻഡേർഡുകൾ ഡിസ്കസ് ചെയ്തു. 200 പരം ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ ഡിസ്കസ് ചെയ്തു. തുടക്കം മുതൽ ഇതുവരെ നമ്മൾ കീപ്പ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഓരോ സ്റ്റാൻഡേർഡും അതിൻ്റെ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെറിയ എക്സാമ്പിൾസിൽ കൂടെ അത് പറഞ്ഞ് മുമ്പോട്ട് പോവുകയും ആ സ്റ്റാൻഡേർഡ് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം അതുമായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ ശീലിച്ചത്. ഒരു കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ സ്റ്റാൻഡേർഡ്സ് കഴിയുമ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ഇവാലുവേഷൻ പ്രോഗ്രാമും നമ്മൾ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഇരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പ്രഡിക്റ്റീവ് മൈൻഡുണ്ട്. അടുത്തൊരു സ്റ്റാൻഡേർഡ് ഇങ്ങനെ എടുക്കുമ്പോൾ അതിനകത്ത് ഇത്രയും ഒബ്ജക്റ്റീവ് എലമെൻറ്റ് 1 by 1 ആയിട്ട് ബാക്ക് ടു ബാക്ക് പറഞ്ഞു പോകുമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ട്ബുക്കും പെന്നുമുണ്ട്, നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻസ് ഡൗട്ട്സ് അപ്പോൾ കുറിച്ച് വെക്കണമെന്നും ആ സ്റ്റാൻഡേർഡിന് ശേഷമാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നും. അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ ഇടയിലൊരു കോൺട്രഡക്റ്ററി ഇഷ്യൂസ് വരുന്നില്ല, അൺപ്രഡിക്റ്റബിൾ ആകുന്നില്ല ഈ ഒരു മീറ്റിംഗ്. ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് കൺസിസ്റ്റന്റ് മാനർ എന്ന് പറയുക. COP 18B റീഹാബിലിറ്റേഷൻ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥിരമായ ഒരു ശൈലി ആ കാര്യത്തിൽ ഉണ്ടാവണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നതാണ്. തോന്നുമ്പം തോന്നിയ കണക്കല്ല, അതിന് കൃത്യമായ സ്റ്റാൻഡേർഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ നമ്മൾ അങ്ങനെ അഡോപ്റ്റ് ചെയ്താൽ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം വലിയൊരു ക്രൗഡ് ഉണ്ടായിട്ട് കൂടെ ഒരു ഇഷ്യൂവും ഇല്ലാതെ ഇത്രയും വലിയൊരു സബ്ജക്റ്റ് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമുക്ക് പോസിബിൾ ആകുന്നത്. അല്ലെങ്കിൽ ഇതിനകം തന്നെ ഞാൻ കുഴഞ്ഞു പോകുമായിരുന്നു. ഇത്രയും ഡീറ്റെയിൽഡ് കാര്യങ്ങളെക്കുറിച്ച് കണ്ടിന്യൂസ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇതിലൊരു സ്റ്റാൻഡേർഡ് അഡോപ്റ്റ് ചെയ്തിട്ട് ഇതൊരു കൺസിസ്റ്റന്റ് മാനറിലൂടെ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മുടെ ഹോസ്പിറ്റലിന് റീഹാബിലിറ്റേഷൻ സർവീസസ് ഒരു റിട്ടേൺ ഗൈഡൻസിൻ്റെ സാന്നിധ്യത്തിൽ ഒരു കൺസിസ്റ്റന്റ് മാനറിൽ അഡോപ്റ്റ് ചെയ്ത സ്റ്റാൻഡേർഡുകളാൽ നടത്തപ്പെടാൻ സാധിക്കണം. നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസസ് അതിനെ സഹായിക്കണം. സോ അതിൽ ഓരോ ദിവസവും ഓരോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകരുത്. സോ കെയർ ഓഫ് പേഷ്യൻസ് 18B says that rehabilitation services are provided in a consistent manner. നമ്മുടെ ആശുപത്രിയിൽ അത് എഴുതപ്പെട്ട നിയമാവലിക്ക് അനുസൃതമായി സ്റ്റാൻഡേർഡുകൾക്ക് ആനുപാതികമായി വേണം റീഹാബിലിറ്റേഷൻ സർവീസ് കൊടുക്കാൻ.